അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് സ്മിത. ഞാൻ മംഗൾ ഡാം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. അവൻ കാനഡയ്ക്ക് പോകാനായിട്ട് പേപ്പറെല്ലാം കൊടുത്തെങ്കിലും ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ അവന് വിസ പോകാനായിട്ട് വന്നു, പക്ഷേ എല്ലാം തടസ്സങ്ങളായിരുന്നു. ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. ILDC ഒന്നും ഇല്ലാതെയാണ് അവൻ പോകാനായിട്ട് തുടങ്ങിയത്. വിസിറ്റിംഗ് വിസയ്ക്ക് പോകാനായിട്ട് ആണ് കൊച്ചിന് വിസ വന്നത്. ILDC ഇതായി പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ ഓർക്കുകയും ചെയ്തു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഈശോയുടെ അനുഗ്രഹത്തിൽ അവന് ILDC എക്സാം എഴുതി അവന് നല്ല മാർക്കോടുകൂടി അവന് പാസ്സായി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അവൻ്റെ മേത്ത് മൊത്തം ഒരു ചുണങ്ങ് പോലെ വന്നിട്ട് ഇനി പോകാൻ പറ്റുമോ എന്ന് വരെ വിചാരിച്ചിരുന്നില്ല. അതും എല്ലാം മാറ്റി മേത്ത് മുഴുവനും അങ്ങനെ എന്താ പറയുക, നമുക്ക് പറയാനായിട്ടില്ല, അത് പാമ്പിൻ്റെ പടം പൊഴിഞ്ഞു പോലെ പോകുന്നത് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാറിക്കിട്ടി. മെഡിക്കൽ ചെക്കപ്പിൻ്റെ സമയത്ത് അത് വിഷയമായിട്ട് വരും, അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ILTS എഴുതിയിട്ടുണ്ടായില്ല, ILTS എഴുതി അവൻ പാസ്സായി. ആ മേത്ത് പാടുണ്ടെങ്കിൽ പൊളിഞ്ഞു പോകുന്നതുണ്ടെങ്കിൽ വിദേശത്തേക്ക് പോകാൻ പറ്റത്തില്ല. അതിൻ്റെ മേൽ കർത്താവ് ഇടപെട്ടു, സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. അവനിപ്പോൾ കാനഡയിലെത്തി. അവന് കുഴപ്പമൊന്നുമില്ല. മെയ് മാസത്തിൽ അവന് ക്ലാസ് തുടങ്ങും. എൻജിനീയറിംഗ് ആണ് പഠിച്ചത്. ഇപ്പോൾ അവൻ അവിടെ ഓക്കെയാണ്. മെയ്യിൽ അവന് 4 വർഷത്തെ ഒരു കോഴ്സ് പഠിക്കാനുള്ള അനുഗ്രഹവും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടായി. മാതാവിൻ്റെ പ്രത്യേക ഒരു സംരക്ഷണം അവനുണ്ടായിരുന്നു. യേശുവേ നന്ദി. അതുപോലെ തന്നെ ആൾ മിൽമേലാണ് ജോലി ചെയ്യുന്നത്. മിൽമേലാണ് ഉദ്യോഗസ്ഥനാണ് ജോലി ചെയ്യുന്നത്. ഇത്ര വർഷമായിട്ട് ഞങ്ങൾക്ക് അവിടേക്ക് പോകാനായിട്ടൊന്നും സാധിച്ചില്ല. പിള്ളേരെയും കൊണ്ട് വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വാടകയ്ക്ക് വീടെടുക്കാനൊന്നും നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിള്ളേരെ പഠിപ്പിക്കണം എല്ലാ കാരണം കൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. ഇപ്പോൾ പിള്ളേർ 2 പേരും പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ധ്യാനം കൂടിയതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെ കല്ലേപ്പുള്ളി സെമിനാരിയുടെ അടുത്ത് തന്നെ ഒരു വീട് ഞങ്ങൾക്ക് തരപ്പെട്ട് കിട്ടി. എല്ലാ ദിവസവും എനിക്ക് അവിടെ പള്ളിയിൽ പോകാനുള്ള ഒരു അനുഗ്രഹവും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്കുണ്ടായി. ഡാമിലാണ് ഇവർ താമസിക്കുന്നത്. എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് മംഗളം ഡാം ഭാഗത്തുകാരുടെ ഭാഗത്തേക്ക് പോയിരുന്നത്. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2 കുട്ടികളും പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ മിൽമയ്ക്കടുത്ത് കല്ലേപ്പള്ളി സെമിനാരി പള്ളിയുടെ അടുത്തായിട്ട് ഒരു ഭവനം അവർക്ക് കിട്ടി. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് സഹോദരിക്ക് സാധിക്കുന്നുണ്ട്. ILDC എക്സാം എഴുതാനായിട്ട് പോകുമ്പോൾ കൊച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കെല്ലാം പഠിച്ചത് മറന്നു പോവുക, പിന്നെ പഠിക്കുമ്പോഴത്തേനും അത് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. നീ ഈശോയോട് പ്രാർത്ഥിച്ചു, എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ അതിന് മലയാളം മീഡിയം പഠിച്ച കൊച്ചാണെന്ന് ഓർക്കണം. എന്നാലും തമ്പുരാൻ്റെ അനുഗ്രഹത്തിൽ അവനത് നല്ലൊരു അനുഗ്രഹം ഉണ്ടായി. മാതാവ് പ്രത്യേകം അവനെ സംരക്ഷിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.